ശ്രീ ഫക്രുദ്ദീൻ, ട്രംപ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. അതിനു മുമ്പ് ഹമാസിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ബന്ദികളെ, ഇസ്രായേലിൻ്റെ ബന്ദികളെ വിട്ടയക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് മഹാനരകമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് വരുമ്പോൾ തന്നെ പലരും ഓടി ഒളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഹമാസ് ഈ വാക്കുകൾ കേട്ട് കീഴ്വഴങ്ങും. ഹമാസ് കീഴ്വഴങ്ങുന്നത് എങ്ങനെയാണ് സാധ്യത? കാരണം ഹമാസ് എന്ന സാധനം ഇല്ലല്ലോ. ഇപ്പോൾ നേതാക്കന്മാരെല്ലാവരും കൊല ചെയ്യപ്പെട്ടു. ഈ ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്താ ഉറപ്പ്? അതാണ് എനിക്ക് സംശയം. എന്തെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ട്രംപ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ പറയുന്നതിന് ചിലപ്പോൾ ഗസ അമേരിക്ക അവരുടെ ടെറിട്ടറിയാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. ഇസ്രായേലിന് ഗസ പൊതുവെ വേണ്ട എന്നുള്ളതാണ്. അവരെന്തുകൊണ്ടോ ഗസ ഇഷ്ടപ്പെടുന്നില്ല. അല്ല, അവർക്ക് മുമ്പേ എടുക്കാൻ വരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നാശം ഓൾറെഡി ഭസ്മമായിട്ടുണ്ട്. ഭസ്മവും ഗലീലി കടലിൽ ഒഴിക്കുന്ന ചടങ്ങ് കൂടി ബാക്കിയുള്ളൂ. അത് ട്രംപ് മിക്കവാറും ചെയ്യും. കാരണം ഈ നിങ്ങളീ പറയുന്ന ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ട്രംപിന് വേറെ എന്തൊക്കെ പ്ലാനാണ്. അയാൾ ഗ്രീൻലാൻഡ് വേണമെന്ന് പറയുന്നു, കാനഡ വേണമെന്ന് പറയുന്നു. നിങ്ങൾ വിചാരിച്ചു നോക്കും, ഇവരുടെ ഏറ്റവും സഖ്യകക്ഷിയായ പ്രധാനപ്പെട്ട രാജ്യമാണ് കാനഡ. കാനഡ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ മാത്രമല്ല, അവിടെ പ്രധാന ക്യൂബക്കോ അങ്ങനെ എന്താ വന്നിട്ടുള്ള പ്രൊവിൻസിൽ ഫ്രഞ്ചുകാരാണ് കൂടുതൽ. അപ്പോൾ അവർ തന്നെ പലപ്പോഴും സെപ്പറേഷൻ വേണമെന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അന്നമാണ് ഇങ്ങനെ ഈ വർത്തമാനം വന്നു വരുന്നത്. അപ്പോൾ എന്തോ ഒരു പുതിയൊരു വേൾഡ് ഓർഡറിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ട്രംപ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ട്രംപിന് പിന്നിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ എലോൺ മസ്കിനൊക്കെ പോലുള്ള ആളുകളായിരിക്കും. അമേരിക്കയിലെ ഈ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള അവിടുത്തെ ഇല്യൂമിനാറ്റി ഉണ്ട്, അവിടുത്തെ ഡീപ് സ്റ്റേറ്റ്. അതാണ് അവിടെ ഇൻഡസ്ട്രിയൽ മിനിസ്ട്രി കോംപ്ലക്സ്. പക്ഷേ അവരെ മറികടന്നുകൊണ്ടുള്ളൊരു സാധനമാണോ ട്രംപ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് സംശയം. ഇപ്പം ട്രംപിൻ്റെ കൂടെയുള്ള ആളുകളൊന്നും ഇവരുമായിട്ട് നേരിട്ട് ലിങ്കുള്ള ആളുകളല്ല. അപ്പം ഹമാസിൻ്റെ കാര്യത്തെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹമാസ് ഈസ് ഓവർ. അല്ല, ഹമാസ് മുഴുവൻ തീർക്കുമെന്നാണ് പറഞ്ഞത്. അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ തീർക്കുമെന്നാണ്. അത് തീർത്തിട്ടില്ലല്ലോ, അത് നടക്കുന്ന കാര്യമല്ലല്ലോ. ജനങ്ങൾ തീർക്കാനും പറ്റില്ല, അതൊന്നും നടക്കില്ല. അപ്പോൾ അത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അത് വലിയ വിഷയമായിട്ട് മാറും. അപ്പോൾ അവിടെ തന്നെ കൊടുത്ത കളക്റ്റീവ് പണിഷ്മെൻ്റാണ്. അവിടെ ഇപ്പോൾ ഏതായാലും 40,000-50,000 ആളുകൾ മരിച്ചില്ലേ അവിടെ? 45,000 മുകളിൽ കളക്റ്റീവ് പണിഷ്മെൻ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ഇനി കൂടുതലും എന്ത് ചെയ്യാൻ? ഇതിന് കൂടുതൽ എന്ത് ചെയ്യാൻ? അത് മിക്കവാറും അമേരിക്കയുടെ എന്തൊരു കോളനി എന്തെങ്കിലും ഈജിപ്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയുടെ ബേസായിട്ട് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഗസയിൽ വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഗസയിൽ വരാൻ പോകുന്ന സമയത്ത് അമേരിക്കൻ ബേസ് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ഈ പറയുന്ന ഹമാസ് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹമാസ് തീർന്നു പോകും. ഓൾറെഡി തീർന്ന്, എന്ത് തീരാനുണ്ടെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഇതിൽ ട്രംപ് പറയുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആകപ്പാടെന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷയ്ക്ക് ഹമാസിന് വകയില്ല എന്ന ഒരു മെസ്സേജാണ് കിട്ടുന്നത്. അല്ലാതെ ഓൾറെഡി ഹമാസ് തീർന്നു. അതുകൊണ്ട് ഇപ്പോൾ ട്രംപ് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഒരു രക്ഷയില്ല, ഹമാസ് ഒരു രീതിയിൽ ഇനി തിരിച്ചു വരില്ല എന്നുള്ള അങ്ങനെ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. കാരണം ഹമാസിൻ്റെ കയ്യിൽ ബന്ദികൾ വേണ്ടേ? ബന്ദികൾ ഇല്ലല്ലോ. ഈ ബന്ദികളുള്ളതുകൊണ്ട് ഇത്രയും മാസീവായിട്ടുള്ള അറ്റാക്ക് ഇസ്രായേൽ നടത്തില്ലെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഇസ്രായേലൊന്നുമില്ല. ഇസ്രായേൽ ഇത്ര യൂതന്മാർ ഇഷ്ടത വന്നിട്ടുണ്ട്, ഇത്ര യൂതന്മാരെ റോമക്കാർ വന്നിട്ടുണ്ട്, ഇത്ര റോമക്കാരെ റഷ്യക്കാർ വന്നിട്ടുണ്ട്, ഇത്ര ആൾ ജർമ്മൻകാർ ഇംഗ്ലണ്ടുകാർ വന്നിട്ടുണ്ട്. അവർക്ക് മരണമൊന്നും പുതിയ കാര്യമൊന്നുമില്ല. ആ മരണത്തിന് കണക്ക് വന്നാൽ അവർ പൈസ മേടിക്കും. ഇവർ ഇത്രയും പൈസ ഉണ്ടാക്കി എങ്ങനെ അറിയും? രണ്ടാം ലോക മഹായുദ്ധത്തെ സമയത്ത് ഒരുപാട് ജൂതന്മാരെ കൊന്നില്ലേ? ഇതിനൊക്കെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോറ്റതിന് ശേഷം ന്യൂറംബർഗ് വിചാരണ നടത്തിയിട്ട് വാർ ഇൻഡെമിനിറ്റി നഷ്ടപരിഹാരം മേടിച്ചു. ഈ ഇവരല്ലേ പ്രതികാരം ചെയ്യാൻ പോയി. ഈ നഷ്ടപരിഹാരത്തിൻ്റെ പൈസ കൊണ്ടാണ് പോയിട്ടാണ് ഇസ്രായേൽ ഉണ്ടാക്കിയത്. ആദ്യം ഭൂമി വില കൊടുത്ത് മേടിച്ചു, പിന്നെ ആയുധങ്ങളൊക്കെ മേടിച്ചു. അതാണ് ജൂതന്മാർ. ഈ ഹമാസിനിപ്പോൾ നേതൃനിരയിൽ ആരും തന്നെ ഇല്ലല്ലോ. ആരാ ഉള്ളത്? എനിക്കറിയുന്ന പേരൊന്നുമില്ല. പ്രധാനപ്പെട്ട ആളുകളൊക്കെ മരിച്ചിട്ടുണ്ട്. പിന്നെ പൂച്ച പട്ടി എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകളും ആയിരുന്നു നേതാക്കന്മാരായിട്ടുണ്ടായത്. നമ്മളെ മലയാള മാധ്യമങ്ങളുടെ ആശയപ്പെടുന്നത് അവന്മാരൊക്കെ മരിച്ചു. പക്ഷേ അവന്മാർ മരിക്കുന്നതല്ല പ്രശ്നം. ആ പാവം ജനങ്ങളെ, എത്ര ജനങ്ങളാണ് ഇസ്രായേൽ കണ്ണിച്ചോര, ജൂതന്മാരാണ്, കണ്ണിച്ചോരല്ലാത്തവന്മാരാണ്. അത് ഷൈലോക്കിൻ്റെയൊക്കെ വായിച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ അവരോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കളിക്കാൻ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ ആവർത്തിക്കേണ്ടെന്നുള്ളതാണ്. ഇത് നിങ്ങൾ മക്കളെ ഒന്ന് തോണ്ടി ഞാനിവിടെ നിന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് അവിടുത്തെ അഴിമതി ആരോപണമെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നെതന്യാഹു എന്നെ ഒരുക്കി കൊടുത്ത പ്ലാനാണ്. പക്ഷെ അന്ന് ഈ കയറി കൊത്തുന്നവന്മാർക്ക് അറിയില്ലായിരുന്നു നെതന്യാഹുവിൻ്റെ പ്ലാൻ വേറെയാണ്. നെതന്യാഹു ഉണ്ടാക്കിയതാണ് ഇത് ഹമാസിന് തീർക്കേണ്ട സമയമായെന്ന് അങ്ങേർക്ക് മനസ്സിലായി. എന്തിനാണ് ഹമാസ് ഉണ്ടാക്കിയത്? പലസ്തീൻ ലിബറലൈസേഷൻ ഓർഗനൈസേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അത് തീർത്തോടുകൂടി ഹമാസിൻ്റെ ജോലി കഴിഞ്ഞു.
ഒരിക്കലും കോടാലി കൈകൾ ആരും നിരന്തരം ഉപയോഗിക്കില്ല. ആ കോടാലി കൈ പൊട്ടുമ്പോൾ വേഗം അവർ മേടിക്കും. കോടാലി കൈക്ക് ഒരു പ്രസക്തിയുമില്ല. ജയിക്കുന്നതിൻ്റെ ഭാഗത്ത് കോടാലി കൈക്ക് ഒരു പ്രസക്തിയില്ല. തോൽക്കുന്നതിനകത്ത് തോൽവിയുടെ കാരണം കോടാലി കൈ ആയിരിക്കുകയും ചെയ്യും. അതാണ് കോടാലിയുടെ പ്രത്യേകത. ശബരിമല ക്ഷേത്രത്തിൽ തീയിട്ട ഒരു കോടാലി സ്വാമിയാണ്, അറിയാലോ അല്ലേ? അറിയാം. അയാൾ പിന്നെ അവിടെ പോയെന്ന് അറിയാലോ അല്ലേ? അമേരിക്കയിലൊക്കെ പോയെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ അയാളെ പറ്റിയൊരു ഐഡിയ ഇല്ല. അയാൾ പോണ്ടിച്ചേരി നിന്നിട്ടാണ് അയാളെ പിടിച്ചത്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പം ഇത്തരം കോടാലികളെ കൊണ്ട് പലർക്കും പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു കോടാലി കൈ ആയിരുന്നു ഹമാസ്. എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഈ പിന്നെ നെതന്യാഹു ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ആളല്ലേ? നെതന്യാഹു യുദ്ധം നിലവിലുള്ള യുദ്ധം, കാരണം അയാൾ യുദ്ധം അവസാനിപ്പിച്ചാൽ അടുത്ത ദിവസം അയാൾ ജയിലാണ്. ഇസ്രായേൽ ജനാധിപത്യ സംവിധാനം ഗംഭീര ജനാധിപത്യ സംവിധാനം, പെർഫെക്റ്റാണ്. അവിടെ നിങ്ങൾ പാർട്ടി ഉണ്ടാക്കി, നിങ്ങൾ ഒരു പ്രത്യേക ഏരിയ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ അവിടെ ആ വോട്ടിൻ്റെ പ്രൊപ്പോഷണലായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ പോലെ നല്ല ജയിക്കുന്നവൻ എല്ലായിടത്തും അവരുടെയല്ല, നിങ്ങൾക്ക് ഒരു MP 2 MP ഒക്കെ കിട്ടും അവിടുത്തെ. അതുകൊണ്ട് തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അവിടെ പൊളിറ്റിക്കൽ സ്ഥിരത കുറവാണ്. എപ്പോഴും കോalition ഗവൺമെൻറ്റുകളൊക്കെയാണ് അവിടെ വരാറുള്ളത്. പക്ഷേ പെർഫെക്റ്റ് ഡെമോക്രസിയാണ്, മനോഹരമായ ഡെമോക്രസിയാണ് ഇത്, ഇസ്രായേലിൻ്റെ ഡെമോക്രസി. നമ്മളെ പോലെ അല്ല. നമ്മളിപ്പോൾ ഒരു വോട്ട് 2 വോട്ടിന് ജയിച്ചാലും പിന്നെ അവൻ മൊത്തം എടുത്തിട്ട് പോകുന്നത്. അവിടെ അങ്ങനെയല്ല, പ്രൊപ്പോഷണലാണ്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ്. അപ്പം ആ സിസ്റ്റത്തിൽ അവിടെ നീതിന്യായ സംവിധാനം വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ സിസ്റ്റത്തെ മറികടക്കാൻ ഉള്ള മൂപ്പരെടുത്ത പണിയാണ് ഈ പറയുന്ന ഹമാസിനെ കൂടെ ആക്രമിച്ച് പിന്നെ ഹമാസിനെ കയറി അടിച്ചു. അങ്ങനെ എനിക്ക് ചാകുന്നവരെ അങ്ങനെ യുദ്ധം നിർത്തിയല്ലാന്ന്. അങ്ങനെയല്ല, അങ്ങനെ ജയിലിൽ പോകാതെ രക്ഷപ്പെടും. ഈ ഹമാസിൻ്റെ മേലെ ട്രംപ് ഇത്തര ഭീഷണി നടത്തുമ്പോൾ അത് ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്? ഇറാന് വെല്ലുവിളിയാണെന്ന് വെച്ചാൽ വെല്ലുവിളിയാണ്. ട്രംപിന് ഇറാൻ ഇഷ്ടമല്ല. ട്രംപിന് ഇറാൻ ഇഷ്ടമല്ല. ഇറാൻ ഇനി എന്താവും എന്നുള്ളതാണ്. ഇറാൻ ഇനി എന്താവും എന്നുള്ള വലിയ ചോദ്യമാണ്. ഇറാൻ അധികകാല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആ ഏരിയയിൽ ഇറാനെ മാത്രമേ തീർക്കാനുള്ളൂ. ഒന്നിലും അവിടെ ജനാധിപത്യ വിപ്ലവം ഉണ്ടാവും. പിന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് അവിടെ എന്താ പറയുക, പെന്തക്കോസ്റ്റുകൾ വളരെ ശക്തി വഹിക്കുന്നത്. എനിക്കറിയില്ല, എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം ഈ പെന്തക്കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ ആളുകൾ നിങ്ങൾക്ക് അത്യാവശ്യം ജീവിച്ച് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ അവർ കാണിച്ചു തരും. ഇറാനിൽ ഈ ദാരിദ്ര്യത്തെയും പട്ടിണിയൊക്കെ കിടക്കുന്ന ആളുകളുടെ പെന്തക്കോസ്റ്റുകാർ ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന വിഭാഗം ഉണ്ടല്ലോ. പുറത്ത് ഹിന്ദു മുസ്ലിമൊക്കെ ആയിരിക്കും, പക്ഷേ ഉള്ളിൽ ക്രിസ്ത്യാനിയായിരിക്കും. അത് അനുകൂലമായ സമയത്ത് പൂർണ്ണമായി ക്രിസ്ത്യാനിയും ആവും. അങ്ങനെയുള്ള ആളുകൾ ചൈനയിൽ ഒരുപാടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് റോയിയൊക്കെ ഉണ്ടായിരുന്നു ജെന്നുള്ള സമയത്ത് നമ്മൾ പരിചയമുള്ള. അപ്പോൾ ഈ റോയിയൊക്കെ തന്നെ പേര് ഇവിടെയാണ് റോയി, അവിടെ അങ്ങനത്തെ പേരാണ്. ഹി വാസ് എ ക്രിസ്ത്യൻ ഫോളോവർ. പക്ഷേ പാർട്ടിക്കാർക്ക് ഇത് പാടില്ലല്ലോ അവിടെ. അപ്പം അങ്ങനെ ഈ ഇവന്മാർ പറയുന്ന ഈ ഇവാഞ്ചലിസ്റ്റുകൾ പറയുന്നത് ശരിയാണെങ്കിൽ ഇറാനിൽ അങ്ങനെ ഒരു മാറ്റം കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ്, അങ്ങനെ ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ നാസ്തികരും മുസ്ലിങ്ങളും കൂടി ഭയങ്കരമായിട്ട് മറ്റൊരു മതത്തെ ഇല്ലാതെ ഈ ഇസ്ലാമിക സമൂഹത്തെ വേട്ടയാടുന്നുണ്ടല്ലോ. അത് ഈ അജണ്ടയുടെ ഭാഗമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം മറ്റു മതങ്ങളും പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് നമ്മൾ കേട്ടാൽ ഈ മുസ്ലിംസിന് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ, ഇല്ലാത്ത പ്രശ്നങ്ങൾ വരും. തുപ്പൽ ബിരിയാണി, ഇസ്ലാം നമ്മൾ ഭക്ഷണം കൊടുക്കുക ഏറ്റവും നല്ല ഭക്ഷണം ശത്രുവിന് പോലും കൊടുക്കണം എന്ന് പറയുന്ന മതം. എന്തിനാണ് തുപ്പൽ ബിരിയാണി? അപ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകൾ എന്താ വിചാരിക്കുക? അപ്പോൾ നിങ്ങൾക്കൊക്കെ കാര്യം അറിയാം, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇത് പാകിസ്ഥാനിലെ ഏതോ ഒരു ഇസ്ലാമിൻ്റെ പുറത്തുള്ള ഏതോ ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു ചടങ്ങിൻ്റെ ഫോട്ടോ എടുത്താണ് ഇവിടെ പ്രചരിപ്പിച്ചത്. അല്ലാതെ ഇങ്ങനെ മന്ത്രിച്ചു ക്രിസ്ത്യാനികൾ വെഞ്ചരിപ്പിക്കും, ഹിന്ദുക്കൾ പൂജ ചെയ്യിപ്പിക്കില്ലേ. ഇതുപോലെ സുന്നി മുസ്ലിംസ് വെഞ്ചരിപ്പിക്കുന്ന പരിപാടി, വെഞ്ചരിക്കല്ല, പ്രാർത്ഥിക്കുന്ന പരിപാടിയുണ്ട്. ഒരു എല്ലാ ദിവസമല്ല, ഒരു പ്രൊജക്റ്റൊക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ ഇങ്ങനെ ഒക്കെ പഞ്ചസാര എന്തെങ്കിലും വിഭാഗം എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് മന്ത്രിച്ചിട്ട് തങ്ങന്മാരൊക്കെ ഇങ്ങനെ അതിലിടും. അത് പുറത്ത് കൊടുക്കാനുമല്ല, അത് ഫ്രീ ആയി കൊടുക്കാനുള്ളതാണ്. അതിനാണ് ഇവർ ഈ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നെ ഇങ്ങനെ ഈ ഒരു മാത്രം അതിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്വാഭാവിക വേഗം അജണ്ടയുടെ ഭാഗമാണ്. അത് നമ്മളെ കൂട്ടി വായിക്കുമ്പോൾ ഇറാനിൽ ചിലപ്പം നാളെ ഇറാൻ ഒരു ക്രൈസ്തവ രാജ്യമായി പോയാലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. പിന്നെ അവിടെ ഇസ്ലാമിൻ്റെ ഏറ്റവും വേസ്റ്റ് ഫോമാണ് ഇപ്പോൾ അവിടെ ഖുമൈനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിച്ചമർത്തൽ സ്വഭാവമുള്ള ഒരു ഭരണകൂടമാണ്. അതിന് പേര് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാം അത്രമാത്രം അടിച്ചമർത്തലൊന്നുമല്ല. മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ഭരണാധികാരികളൊക്കെ എത്രയോ ലിബറലായിരുന്നു. അതുകൊണ്ടാണ് ജൂതന്മാർക്കൊക്കെ മുസ്ലിം സമാജത്തിൽ വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. ജൂതന്മാരെ മുസ്ലിംസ് അല്ലല്ലോ വേട്ടയാടിയത്. അപ്പോൾ അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര ശുഭകരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമോ ഇറാനെ? ഇസ്രായേൽ സാധ്യതയുണ്ട്, ട്രംപിൻ്റെ പിന്തുണയോടുകൂടി അറ്റാക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അവിടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്ട്രൈക്ക് ഉണ്ടാക്കും.
ഉള്ളിൽ തന്നെ ജനങ്ങളെ പ്രക്ഷോഭമുണ്ട്. ജനങ്ങൾ വളരെ ശ്വാസം മുട്ടിയിരിക്കുകയാണ് അവിടെ. ഈ മുസ്ലിം ഓർത്തഡോക്സ് അവർക്കെതിരെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള പ്രതിവിപ്ലവം പോലെ ബംഗ്ലാദേശിൽ ചിലപ്പോൾ വിപ്ലവം ഉണ്ടാവും. ആ പ്രതിവിപ്ലവം അല്ല, വിപ്ലവമാണ്. ബംഗ്ലാദേശിൽ പ്രതിവിപ്ലവം ഉണ്ടായത്, ചെകുത്താൻ്റെ വിപ്ലവമായിരുന്നു. അവിടെ ചിലപ്പോൾ നല്ല വിപ്ലവം നടക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.